രാഹുൽ ഗാന്ധി ബാറ്റ്മാനായോ? ഡൽഹിയുടെ തെരുവീതികളിൽ ഉയരുന്ന ഫ്ലെക്സ് ബോർഡുകളിലെ വാചകമാണിത്. ദ സൈലൻറ്റ് ഗാർഡിയൻ, നിശബ്ദനായ രക്ഷകർത്താവ്. എ വാച്ച്ഫുൾ പ്രൊട്ടക്ടർ, വളരെ ശ്രദ്ധാപൂർവം സംരക്ഷണ വലയം ഒരുക്കുന്നവൻ. LOP രാഹുൽ ഗാന്ധി, ദ റിയൽ ലൈഫ് ബാറ്റ്മാൻ. അതെ, രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് യഥാർത്ഥ ജീവിതത്തിലെ ഒരു ബാറ്റ്മാനാണ്. ഇതാണ് ഫ്ലെക്സ് ബോർഡിലെ വാചകം. ബാറ്റ്സ്മാൻ അല്ല, ബാറ്റ്മാൻ. ബാറ്റ്മാൻ എന്ന കഥാപാത്രത്തെ എല്ലാവർക്കും അറിയാം. DC കോമിക്സിൻ്റെ വളരെ പ്രശസ്തമായ സൂപ്പർ ഹീറോയാണ് ബാറ്റ്മാൻ. രാത്രികാലങ്ങളിൽ മാസ്ക് ധരിച്ച് കുറ്റവാളികളോട് പോരാടുന്ന ഗൗതം സിറ്റിയുടെ സംരക്ഷകൻ, ദ സൈലൻറ്റ് പ്രൊട്ടക്ടർ എന്നതാണ് ഈ കഥാപാത്രത്തിൻ്റെ രാഹുൽ ഗാന്ധിയുമായി താരതമ്യം ചെയ്യാനുള്ള ഒരു സ്വഭാവ സവിശേഷതയായി എടുത്തിരിക്കുന്നത്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ രാഹുൽ ഗാന്ധിയെ പലരും എവിടെയെന്നൊക്കെ അന്വേഷിച്ച് രാജ്യം വിട്ടുപോയി എന്ന് പറഞ്ഞ്, കാണുവാനില്ലെന്ന് പറഞ്ഞ് ഓരോ സ്ഥലങ്ങളും ചേർത്ത് വെച്ച് അതുമായി ബന്ധപ്പെട്ട പല വാർത്തകളുമൊക്കെ ചമയ്ക്കുമ്പോൾ അദ്ദേഹം ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ, ചില ചോദ്യങ്ങളുടെ ഘട്ടങ്ങളിൽ ഉയർന്നു വന്ന് നിവർന്നങ്ങ് നിൽക്കാറുണ്ട്. ആ നിൽപ്പാണ് ഇപ്പോൾ ബാറ്റ്മാനുമായി രാഹുൽ ഗാന്ധിയെ താരതമ്യം ചെയ്യാൻ കാരണം. ഇൻസ്റ്റാഗ്രാമിൽ ആസ്ക് മീ എനിത്തിങ് എന്ന് പറയുന്ന ഒരു പരിപാടി അദ്ദേഹം നടത്തുന്നുണ്ട്. എന്നോട് എന്തും ചോദിക്കാം. ആ പരിപാടിയിൽ ഒരു ജെൻസി രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു, നിങ്ങൾ ബാറ്റ്മാനാണോ എന്ന്. തമാശ രൂപേണ രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞത്, ഞാനും ബാറ്റ്മാനും ഒരേ മുറിയിൽ ഒരുമിച്ച് നിൽക്കുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ലല്ലോ, അത് വെച്ച് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഞാനും ബാറ്റ്മാനും ഒരുമിച്ച് നിന്നാൽ, ഏതെങ്കിലും മുറിയിൽ ഒരുമിച്ചിരുന്നാൽ ബാറ്റ്മാൻ ഞാനല്ല മറ്റൊരാളാണ് എന്ന് പറയേണ്ടി വരുമല്ലോ. ഇതങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന കാണാത്തിടത്തോളം അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാമെന്ന് പറയുന്ന വളരെ ഡെപ്തുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. അതിൽ ഡെപ്ത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാണെന്ന് പറയുന്നില്ല, രണ്ടാണെന്നും പറയുന്നില്ല. ആ മറുപടി സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വൈറലായിരുന്നു, വളരെ ട്രെൻഡിങ് ആയിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ നിങ്ങളൊരു റിയൽ ലൈഫ് പ്രൊട്ടക്ടറാണ് എന്ന തരത്തിൽ ഡൽഹിയുടെ തെരുവീതികളിൽ ഇത്തരമൊരു ചിത്രവും ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയോട് പലരും ചോദിക്കുമ്പോൾ അദ്ദേഹം എന്തിനും ഏതിനും മറുപടി പറയാം എന്ന് പറയുന്ന പരിപാടിയിലാണ് ഈ മറുപടി പറഞ്ഞു തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ ഡൽഹിയിൽ നിരക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ വാർത്തകളായി രംഗത്ത് വന്നിരുന്നു. രാഹുൽ ഗാന്ധി ബാറ്റ്മാനാണോ എന്നതാണ് ചോദ്യം. ഏതായാലും പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ജെൻസി സമരവുമായി ബന്ധപ്പെട്ടും മറ്റ് വിഷയങ്ങളിലും ഇടപെടുന്നതും, ഏറ്റവും ഒടുവിൽ പെല്ലറ്റിനാൽ ആക്രമിക്കപ്പെട്ട കുട്ടിയുടെ വിഷയത്തിൽ FIR ഇടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതുമായി ഒക്കെ ബന്ധപ്പെട്ട ഇടപെടലുകളാണ് അദ്ദേഹത്തെ ബാറ്റ്മാനുമായി താരതമ്യപ്പെടുത്തുന്നത്. രാഷ്ട്രീയത്തിൽ എപ്പോഴും ചില നിമിഷങ്ങളിൽ ചില നറേറ്റീവുകൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ആ നറേറ്റീവുകൾ സ്ഥായിയാണോ സ്വീകാര്യമാണോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ്.